ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം ഒരു അടിപൊളി എപ്പിസോഡാണ്. ആരും മിസ്സാക്കാതെ കാണണം. നാളത്തെ എപ്പിസോഡിലാണ് അശ്വിൻ്റെ വായിലേക്ക് ലഡു കുത്തിക്കയറ്റുന്ന ആ ഒരു സീനില്ലേ, അത് വരുന്ന നാളത്തെ എപ്പിസോഡാണ്. അത് അമ്മയൊക്കെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ശ്രുതി അങ്ങനെ ലഡു കുത്തിക്കയറ്റുന്നത്. പക്ഷേ ലഡു കുത്തിക്കയറ്റി കഴിയുമ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്ന കുറച്ച് കടുത്ത കൈയായിപ്പോയി എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിലൊരു മെയിൻ സീനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാധയും പ്രമീളയും കൂടെ അവിടെ നിൽക്കുമായിരിക്കും. ആ സമയത്ത് രാധയാണെങ്കിൽ ചായ ഇങ്ങനെ കപ്പുകളിലാക്കി ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട്, രാധ അശ്വിമോന് ചായ കൊടുത്തോന്ന്. ആ സമയത്ത് രാധ പറയുന്നുണ്ട്, അശ്വിമോൻ അതിന് ഇവിടെ ഇല്ലല്ലോ എന്ന്. അത് പറഞ്ഞ് നാക്ക് വായിലോട്ടിടുന്ന സമയത്ത് തന്നെ അശ്വിൻ രണ്ട് കയ്യിൽ കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അമ്മയും അശ്വിനെ കണ്ടിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്, ഇത് കുറച്ച് സ്വീറ്റ്സാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മയും പറയുന്നുണ്ട്, മോനെ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ, മോൻ പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാക്കാമെന്നല്ലോ എന്ന്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, അയ്യോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയുടെ ഉദ്ഘാടനമായിരുന്നു, അപ്പോൾ അവൻ തന്നു വിട്ടതാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അമ്മായി പറയുന്നുണ്ട്, ആ ശ്രുതി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മുഴുവൻ തിന്ന് തീർത്താനേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, സോറി ആൻറ്റി എന്ന്. അപ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ? അപ്പോഴത്തേക്കും അശ്വിൻ പറയുന്നുണ്ട്, അല്ല ശ്രുതി എൻ്റെ അടുത്ത് ആൻറ്റിയെ അമ്മയെന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചില്ലല്ലോ. അത് സത്യം പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ അമ്മയല്ലാതെ മറ്റാരും അങ്ങനെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പ്രമീള പറയുന്നുണ്ട്, അയ്യോ മോനെ അതൊന്നും ഒരു കാര്യമേ അല്ല, മോനിപ്പോൾ എൻ്റെ പേരെടുത്ത് വിളിച്ചാൽ എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല, ഒരു വിഷമവും കാണില്ല, അതുകൊണ്ട് തന്നെ മോൻ അതൊന്നും ആലോചിച്ചിരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ സമയത്തായിരിക്കും അങ്ങോട്ട് ശ്രുതി വന്ന് കയറുന്നത് ആശ്രമത്തിൽ നിന്ന്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ വന്ന് കയറുമ്പോഴേ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അവിടുത്തെ കാര്യം. അച്ഛന് നല്ല സന്തോഷമായി. പിന്നെയെന്ന് പറഞ്ഞിങ്ങനെ ടേബിളിലേക്ക് നോക്കുമ്പോഴായിരിക്കും അവിടെ ഈ 2-3 കവർ ഇരിക്കുന്നതാണ്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് ആ കവർ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വീറ്റ്സ്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അമ്മായി സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കയറി അതൊന്ന് ലഡു എടുത്തങ്ങ് കഴിക്കുന്നുണ്ട്. ശ്രുതിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ശ്രുതി ആരാ എന്താണെന്നൊന്നും അറിയാതെ വാരി കഴിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, എടി നീ വലിച്ചു വാരി കഴിക്കുന്ന ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാന്ന് വല്ലതും അറിയോ, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ലെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഇപ്പം നിങ്ങളായാലും ആരുണ്ടാക്കിയാലും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് അത് ആരുണ്ടാക്കിയെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് അശ്വിനാണെങ്കിൽ ചിരി വരുവാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ അമ്മായി ആ സത്യം അങ്ങ് പറയുന്നത്, ഇത് അശ്വിൻ സാറ് പുറത്തുനിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന്. ഇത് കേൾക്കുന്ന ശ്രുതിക്കാണ് ആകെ ചമ്മലും നാണക്കേടുമായി പോവുകയാണ്. കാരണം രാവിലെ ഒരുപാട് അശ്വിനെ കിടന്ന് പറഞ്ഞിട്ട് ആണല്ലോ ശ്രുതി പോയത്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അശ്വിൻ കൊണ്ടുവന്നതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെയായി പോവുകയാണ്. അങ്ങനെ ശ്രുതി ആ കഴിച്ച് പകുതിയാക്കിയ ലഡു അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഒരാക്കി ചിരിയുണ്ട് ശ്രുതിയെ. ഇത് ലഡു താഴെ വയ്ക്കുന്നതാണെന്ന് പറഞ്ഞ് അമ്മായി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ലഡു തിന്നുന്ന നിർത്തിയതെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, അല്ല ഞാൻ ഇപ്പോൾ ഡയറ്റില്ല, ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചേ തിന്നാറുള്ളൂ. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, ആ പിന്നെ ഡയറ്റ്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, സത്യമായിട്ടും എനിക്ക് വല്ല ഡയബറ്റീസും പിടിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡയറ്റിലാണ്. അപ്പോൾ അമ്മായിയും അമ്മയും ചിരിക്കുന്നുണ്ട്. കേൾക്കുന്ന അശ്വിന് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ പല ആക്ഷൻസൊക്കെ ഇടുന്നുണ്ട് ആ സമയത്ത്. പിന്നീട് അമ്മായി പറയുന്നുണ്ട്, ശരിയാണ്, നീ ഇതൊന്നും തിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിൻ്റെ കൊതു കൂടാതെ തിന്നാലോ എന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യമുണ്ട്, 1-2 എണ്ണം പലഹാരങ്ങളല്ലേ, 1-2 എണ്ണം കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വരാനില്ലെന്ന് പറഞ്ഞ് പിന്നെ ശ്രുതി ഓരോന്നായിട്ട് അതിനെടുത്ത് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അശ്വിന് ഭയങ്കര ചിരി വരുന്നുണ്ട്. പിന്നെ ശ്രുതി ഓരോന്നോരോന്ന് പറക്കി തിന്നുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, ഇവളാണോ തിന്നാതിരിക്കുന്നത്, ഇവളെത്ര കൊടിയ ഡയറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഇവൾ തിന്നുമെന്ന് പറയും ഇതൊക്കെ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ തിന്നണ്ട, ഇത് തൊടണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ തൊടില്ല എന്ന് പറയും. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഒന്ന് ഡയറ്റ് എന്ന രീതിയിൽ നീ ഒന്ന് തിന്നായിരുന്നെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും ഞാൻ തിന്നുപോയി, ഇനിയിപ്പോൾ ബാക്കിയും കൂടെ തിന്നും, നാളെ തൊട്ട് ഞാൻ ഇതിൽ ശക്തിയായിട്ട് ഡയറ്റ് എടുക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് അമ്മയെ നോക്കുമ്പോൾ അശ്വിനൊന്നും പോലും കഴിക്കുന്നില്ല. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, അല്ല
അല്ല മോൻ കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് മോൻ എന്താ കഴിക്കാത്തത്, മോൻ്റെ ഫ്രണ്ട് തന്നതല്ലേ. ആ സമയത്ത് ആശും പറയുന്നുണ്ട് വേണ്ട അമ്മായി എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട് എന്നാലും മോൻ്റെ ഫ്രണ്ട് തന്നതല്ലേ, അപ്പോൾ ഒരെണ്ണമെങ്കിലും കഴിച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലായി ഫ്രണ്ട് തന്നതോ, അതിന് അശ്വിൻ സാറിന് ഏത് ഫ്രണ്ടാണ് ഇത്രയും സ്വീറ്റ്സ് കൊടുക്കാതിരിക്കുന്നത്, ഇത് ഫ്രണ്ട് തന്നതൊന്നുമല്ല, രാവിലെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ കോംപ്രമൈസായിട്ട് മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് അശ്വിനെ. പിന്നീട് അമ്മായി പറയുന്നുണ്ട് ശ്രുതിമോളെ അശ്വിൻ ആണ് എടുത്തു കൊടുത്തതെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഓ വേണ്ട അമ്മായി, ഇത് തിന്നാൻ താല്പര്യമില്ലാത്തവർക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അശ്വിനാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ സീൻ തീരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും സബ്സ്ക്രിപ്ഷൻ കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്ന വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക.